So next students, the next one is the magnetic dipole moment of the revolving electron. അപ്പോൾ നേരത്തെ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? ഒരു സർക്കുലാർ ലൂപ്പ് ബിഹേവിങ് ആസ് എ ഡൈപോൾ ആണ്. അടുത്തത് റിവോൾവിംഗ് ഇലക്ട്രോൺ. അപ്പോൾ നമുക്ക് ബോർ മോഡൽ ഓഫ് ആറ്റത്തിൽ നിന്ന് നമുക്കറിയാം ഇലക്ട്രോൺ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഗോയിങ് റൗണ്ട് ദ ന്യൂക്ലിയസ് അല്ലേ. അപ്പോൾ ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് ന്യൂക്ലിയസും നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോണും തമ്മിലുണ്ടാകുന്നത് കൂളംസ് ഫോഴ്സ് ആയിരിക്കും. ഈ സർക്കുലാർ മോഷന് ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്? കൂളംസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ പോസിറ്റീവ്ലി ചാർജ്ഡ് ന്യൂക്ലിയസ് ആൻഡ് നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺ. സോ വെൻ ദിസ് ഇലക്ട്രോൺ ഈസ് ഗോയിങ്, ഇറ്റ് ഈസ് എ ചാർജ്ഡ് പാർട്ടിക്കിൾ. വെൻ ഇറ്റ് ഈസ് മൂവിങ്, ഇറ്റ് ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടിങ് എ കറന്റ് അല്ലെ. മോഷൻ ഓഫ് ഫ്ലോ ഓഫ് ചാർജ് ഈസ് കോൾഡ് കറന്റ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്ന മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇലക്ട്രോൺസ് എന്തുണ്ടാക്കും? കറന്റ് ഉണ്ടാക്കും. സോ കറന്റ് is equal to rate of flow of charges Q by T. Electron ആയതുകൊണ്ട് E by T. Now, if the electron is going round once, the distance traveled will be 2 pi r, circumference of the circle അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി എന്ന് പറയുന്നത് സർക്കംഫറൻസ് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. ഒരു തവണ റിവോൾവ് ചെയ്യാൻ എടുക്കുന്ന ടൈം ക്യാപിറ്റൽ ടി ആണെങ്കിൽ നമുക്ക് വെലോസിറ്റിക്ക് പകരം എന്തെടുക്കാം? 2 pi r divided by capital T. So from that expression you are substituting for capital T time period as 2 pi r by v. So that equation becomes EV divided by 2 pi r. Now there is a constant called magnetic moment. Magnetic moment നമ്മൾ പഠിച്ചതാണ് product of I and A. A എന്ന് പറയുന്നത് ഏരിയ. If it is going round a circle, it will be pi r square. I into pi r square. Okay. So ആ ഐക്ക് പകരം നമ്മൾ എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? ഇ വി ഡിവൈഡഡ് ബൈ 2 പൈ ആർ. ഇ വി ഡിവൈഡഡ് ബൈ 2 പൈ ആർ ഇൻറ്റു പൈ ആർ സ്ക്വയർ. ഓക്കെ. നൗ ആ ഇക്വേഷനെ നമ്മൾ എം ഇ വെച്ച് ഡിവൈഡ് ചെയ്യുകയും മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്തു. അപ്പൊ ഇവിടെ ഈ ഇക്വേഷനിൽ നിന്ന് പൈ ഒക്കെ ക്യാൻസൽ ചെയ്ത് പോകും, ആറും ക്യാൻസൽ ചെയ്ത് പോകും. റിമൈനിങ് ഈ സി വി ആർ ബൈ 2. അതിനെ നമ്മൾ എം ഇ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്തു. സോ യു ആർ ഗെറ്റിംഗ് എ വാല്യൂ എം വി ആർ. ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എം വി ആർ റേഡിയസ് വെക്ടറിന്റെ കൂടെ പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി. മാസ് ഇൻറ്റു വെലോസിറ്റി എന്ന് പറയുന്നത് മൊമെന്റം ആണ്. മൊമെന്റത്തിന്റെ കൂടെ റേഡിയസ് വെക്ടർ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തായി മാറും? ആംഗുലാർ മൊമെന്റം ആയിട്ട് മാറും അല്ലെ. ആംഗുലാർ മൊമെന്റത്തിന് നമ്മൾ യൂസ് ചെയ്യുന്ന ലെറ്റർ സ്മോൾ ലെറ്റർ എൽ. സോ ഇ ഇൻറ്റു എം വി ആർ എന്ന് പറയുന്നത് എന്തായി മാറി? ഇ എൽ ഡിവൈഡഡ് ബൈ 2me. Now this angular momentum has got a speciality that it will take only n into h by 2 pi values. L-നെ എടുക്കാൻ പറ്റാവുന്ന വാല്യൂസ് എന്ന് പറയുന്നത് n into h by 2 pi. ഇതിനെയാണ് നമ്മൾ ബോർ ക്വാണ്ടൈസേഷൻ കണ്ടീഷൻ എന്ന് പറയുന്നത് കേട്ടോ. ആംഗുലാർ മൊമെന്റം ഒക്കെ കിട്ടുന്ന വാല്യൂസ് എന്ന് പറയുന്നത് n into h by 2 pi. അപ്പൊ അങ്ങനെയാണെങ്കിൽ എല്ലിന് n into h by 2 pi എന്ന് പറയുന്ന വാല്യൂ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഓൾ ദീസ് ആർ എക്സ്പ്രഷൻസ് ഫോർ മാഗ്നറ്റിക് മൊമെന്റ് അല്ലേ. ഈ ഇക്വേഷനിൽ നിന്ന് മ്യൂ ബൈ എൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഇക്വേഷൻ ഈസ് ബിക്കമിങ് ഇ ബൈ 2me. ദിസ് ഇസ് കോൾഡ് ഗൈറോമാഗ്നറ്റിക് റേഷ്യോ. അതായത് മാഗ്നറ്റിക് മൊമെന്റിന്റെയും ആംഗുലാർ മൊമെന്റത്തിന്റെയും റേഷ്യോനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഗൈറോമാഗ്നറ്റിക് റേഷ്യോ. നൗ ഈ എക്സ്പ്രഷനിലുള്ള ആംഗുലാർ മൊമെന്റമായ എല്ലിനാണല്ലോ എൻ എച്ച് ബൈ 2 പൈ എന്ന് പറയുന്ന വാല്യൂസ് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അതിൽ ഏറ്റവും ലീസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് വെൻ n ഈക്വൽ ടു 1. അങ്ങനെ ഒരു കണ്ടീഷൻ നമ്മൾ എടുത്തു. നോക്കിക്കേ, വെൻ n ഈക്വൽ ടു 1, what happens? That equation value of L becomes h by 2 pi. So mu L equal to h by 2 pi into E by 2me, and that value is equal to 9.27 into 10 raised to minus 24. ആ ലീസ്റ്റ് വാല്യൂ ഓർ NH by 2 പൈയിൽ n 1 ആയി വരുന്ന ആ ലീസ്റ്റ് വാല്യൂവിന് കിട്ടുന്ന മാഗ്നറ്റിക് മൊമെന്റിന്റെ വാല്യൂവിനെയാണ് നമ്മൾ വിളിക്കുന്നത് ബോർ മാഗ്നറ്റോൺ. Now the next one is moving coil galvanometer. അപ്പൊ മൂവിങ് കോയിൽ ഗാൽവനോമീറ്ററിന്റെ ഒരു ഫിഗർ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ ഫിഗറിൽ അപ്പം മൂവിങ് കോയിൽ ഗാൽവനോമീറ്ററിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നമ്മൾ മുകളിൽ പഠിച്ച
സർക്കുലാർ ലൂപ്പ് ക്യാരിയിങ് കറന്റ് എന്ന് പറഞ്ഞില്ലേ, അതിനകത്ത് നമ്മൾ എടുത്തിരിക്കുന്ന ടോർക്ക് കാൽക്കുലേഷൻ, ടോർക്ക് ഓൺ എ റെക്ടാങ്കുലർ ലൂപ്പ് ക്യാരിയിങ് കറന്റ് എന്ന് പറയുന്നത് നമ്മളിവിടെ മുകളിൽ പഠിച്ചിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ടോർക്ക് കാൽക്കുലേറ്റ് ചെയ്തു, എം ക്രോസ് ബി. ഇതാണ് ആക്ച്വലി മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്ററിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. എന്തിനാണ് ഗാൽവനോമീറ്റർ യൂസ് ചെയ്യുന്നത്? ഗാൽവനോമീറ്റർ ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ പ്രസൻസ് ഓഫ് ദ കറന്റ്, ടു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് ദ കറന്റ്. അതാണ് ഗാൽവനോമീറ്ററിന്റെ പ്രത്യേകത. ആൻഡ് ദർ ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗാൽവനോമീറ്റർ. വൺ ഈസ് മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ, അനദർ വൺ ഈസ് ഡെഡ് ബീറ്റ് ഗാൽവനോമീറ്റർ. അപ്പോ ഏത് പ്രിൻസിപ്പിൾ ആണെന്നുള്ളതിനനുസരിച്ചിട്ടാണ് ഈ മൂവിംഗ് കോയിൽ, ഡെഡ് ബീറ്റ് എന്നൊക്കെയുള്ള പേര് വരുന്നത്. അപ്പൊ ഗാൽവനോമീറ്ററിന്റെ യൂസ് മനസ്സിലായല്ലോ, കറന്റിന്റെ പ്രസൻസ് ഡിറ്റക്ട് ചെയ്യാൻ. അപ്പൊ നമുക്കുള്ള കണ്ടക്ടിങ് വയറിൽ കൂടെ കറന്റ് വന്നാല് ഈ PQRS എന്ന് പറയുന്ന റെക്ടാങ്കുലർ ലൂപ്പിൽ കൂടെ കറന്റ് പോകും. NS എന്ന് പറയുന്നത് രണ്ട് മാഗ്നറ്റിക് ഫീൽഡുകളാണ്. നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ ഓഫ് എ മാഗ്നറ്റ് ആണ്. ആ മാഗ്നറ്റിക് പോൾസ് ആർ പ്രൊവൈഡിങ് ആൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. സോ ദിസ് റെക്ടാങ്കുലർ ലൂപ്പ് ക്യാരിയിങ് കറന്റ് ഈസ് സബ്ജക്റ്റഡ് ടു എ റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ നമ്മളുടെ കണ്ടീഷൻസ് ഒക്കെ ഒബേ ചെയ്തല്ലോ. നൗ വാട്ട് ഹാപ്പൻസ് വെൻ ദ കറന്റ് പാസസ് ത്രൂ ദിസ് റെക്ടാങ്കുലർ ലൂപ്പ് PQRS? ഇറ്റ് വിൽ റൊട്ടേറ്റ്, ഇറ്റ് വിൽ ഡിഫ്ലക്ട് ഓർ ഇറ്റ് വിൽ റൊട്ടേറ്റ്. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോ ഹിയർ there is an additional setup like this. This is also a phosphor bronze fiber. റെക്ടാങ്കുലർ ഫ്രെയിമിന്റെ ബോട്ടത്തിൽ നിന്നാണ് ഇതിങ്ങനെ, കീഴ്ഭാഗത്ത് നിന്നാണ് ഇത് കണക്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് അതിന്റെ ഫങ്ഷൻ എന്താന്ന് പറഞ്ഞാല്, ഈ റെക്ടാങ്കുലർ ലൂപ്പ് എന്ത് കണ്ട് മുന്നോട്ട് ഡിഫ്ലക്ട് ചെയ്യുമോ, ആ മുന്നോട്ട് ചെയ്ത റെക്ടാങ്കുലർ ലൂപ്പിനെ തിരികെ അതിന്റെ നോർമൽ സ്റ്റേബിൾ പൊസിഷനിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ് ഈ സ്പ്രിങ് ചെയ്യുന്നത്. ഈ സ്പ്രിങ്ങിന്റെ ഡ്യൂട്ടി അതാണ്. അപ്പോ ഈ PQRS എന്തുമാത്രം ഡിഫ്ലക്ട് ചെയ്യുന്നോ അതിനെ തിരിച്ചതിന്റെ പൊസിഷനിലേക്ക്, അഥവാ PQRSൽ എന്തുമാത്രം ടോർക്ക് ഉണ്ടാകുമോ അതിന്റെ ഒരു ആന്റി ടോർക്ക് അഥവാ റിസ്റ്റോറിംഗ് ടോർക്കാണ് ഈ കോയിൽ കൊണ്ടുവരുന്നത്. ഗോട്ട് ഇറ്റ്? അപ്പോ ഒരു കറന്റ് പാസ് ചെയ്യുന്നു. കറന്റ് പാസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ടോർക്ക് എന്ന് പറയുന്നത് M ക്രോസ് B ആണ്. M എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഓഫ് കറന്റ് ആൻഡ് ഏരിയ, I ഇൻറ്റു A ഇൻറ്റു B. M ക്രോസ് B എന്നല്ലേ നമ്മൾ പഠിച്ചത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കേ, റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡ്, ഈ ഫ്രെയിമിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഫീൽഡ് ലൈൻസ് വരിക. അപ്പം ആംഗിൾ ബിറ്റ്വീൻ ദ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് കറന്റ് വിൽ ബി 90 ഡിഗ്രി. അപ്പൊ ഇവിടെ MB സൈൻ തീറ്റ ബിക്കംസ് സൈൻ 90 ഓർ ഇറ്റ് ബിക്കംസ് 1. അപ്പൊ അങ്ങനെ വരുമ്പോ M ഇൻറ്റു B എന്നേ വരത്തുള്ളൂ. അപ്പൊ M ഇൻറ്റു B ആണിത്. ഇനി ഇഫ് ദ റെക്ടാങ്കുലർ ലൂപ്പ് ഹാസ് ഗോട്ട് n ടേൺസ്, MB സൈൻ തീറ്റ. അപ്പൊ അതാണ് ഇവിടെ ക്യാപിറ്റൽ N വന്നിരിക്കുന്നത് കേട്ടോ, M ഇൻറ്റു IAB. Okay, which is equal to K phi. And what is K? K is called torsional constant or restoring torque per unit test. അത് ഞാൻ പറഞ്ഞു, ഈ സ്പ്രിങ് റിസ്റ്റോർ ചെയ്യാൻ ശ്രമിക്കൂ അല്ലെ, PQRSൽ ഉണ്ടായ ടോർക്കിനെ റിസ്റ്റോറിംഗ് ടോർക്ക് വെച്ച് സ്റ്റേബിൾ പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും. അപ്പൊ അതാണ് ഈ K phi എന്ന് പറയുന്നത്. സോ ദീസ് വാല്യൂ വിൽ ബി ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. അപ്പൊ അത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഡിഫ്ലക്ഷൻ ഹാപ്പൻഡ് phi എന്ന് പറയുന്ന ആംഗിൾ ആണെങ്കിൽ ദാറ്റ് എക്സ്പ്രഷൻ ബിക്കംസ് NAB by K into I. That can be equated to GI, where G is called galvanometer constant. അപ്പൊ ഈ രണ്ട് ടേംസ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ക്യാപിറ്റൽ Gയുടെ അഥവാ ഗാൽവനോമീറ്റർ കോൺസ്റ്റന്റിന്റെ വാല്യൂ ആണ് NAB ഡിവൈഡഡ് ബൈ K എന്ന് പറയുന്നത്. From this value, from this expression for NAB by K into I equal to GI എന്ന് പറയുന്ന ഇക്വേഷൻ അല്ലെങ്കിൽ phi എന്ന് പറയുന്ന ഇക്വേഷനിൽ നിന്ന് we can take phi by I. ഈ ഇക്വേഷനിൽ phi ഡിവൈഡഡ് ബൈ I എന്ന് പറഞ്ഞാൽ അതെന്തായി മാറി? NAB ഡിവൈഡഡ് ബൈ K. ദാറ്റ് ഈസ് കോൾഡ് കറന്റ് സെൻസിറ്റിവിറ്റി.
കറണ്ട് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് ദ എമൗണ്ട് ഓഫ് ഡിഫ്ലക്ഷൻ ഹാപ്പൻഡ് വെൻ യൂണിറ്റ് കറന്റ് പാസ്ഡ് ത്രൂ ഇറ്റ്. അതാണ് കറണ്ട് സെൻസിറ്റിവിറ്റി. ഗാൽവനോമീറ്റർ എന്തുമാത്രം സെൻസിറ്റീവ് ആണ്, 1 ആംപിയർ ഓഫ് കറന്റ് പോയപ്പോൾ എന്തുമാത്രം ആംഗിൾ ടേൺ ചെയ്തു, അത് കണ്ടുപിടിക്കുന്നതാണ് കറണ്ട് സെൻസിറ്റിവിറ്റി. നെക്സ്റ്റ് വൺ ഈസ് വോൾട്ടേജ് സെൻസിറ്റിവിറ്റി. വോൾട്ടേജ് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് 5 ഡിവൈഡഡ് ബൈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി. വി എന്ന് പറയുന്നത് എന്താ, ഐ ഇൻറ്റു ആർ. അപ്പൊ ഈ ഇക്വേഷൻ നോക്കിക്കേ, ഐ മൾട്ടിപ്ലൈഡ് വിത്ത് ആർ ആയി കഴിഞ്ഞാൽ ഐ ഇൻറ്റു ആർ എന്ന് പറയുന്നത് വി ആണ് അല്ലെ. സോ ലൈക്ക് വൈസ് ഈ ഇക്വേഷന്റെ റൈറ്റ് സൈഡ് നമുക്ക് എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം, ആർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. NAB divided by K into 1 by R. So this expression is called voltage sensitivity of a galvanometer. Okay. Now the last topic is conversion of galvanometer to ammeter and voltmeter. ഗാൽവനോമീറ്ററിന്റെ യൂസ് കറന്റിന്റെ പ്രസൻസ് ഡിറ്റക്ട് ചെയ്യാനാണെങ്കിൽ കറന്റിന്റെ എമൗണ്ട് മെഷർ ചെയ്യുന്നതാണ് അമ്മീറ്റർ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യുന്നതാണ് വോൾട്ട്മീറ്റർ. അപ്പോ അമ്മീറ്റർ ആയിട്ട് ഒരു ഗാൽവനോമീറ്ററിനെ കൺവെർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഗാൽവനോമീറ്ററിലേക്ക് ഒരു ചെറിയ റെസിസ്റ്റൻസ്, അതിന് പറയുന്ന പേരാണ് ഷണ്ട് റെസിസ്റ്റൻസ്, എന്ത് ചെയ്യണം, പാരലൽ ആയിട്ട് കണക്ട് ചെയ്യണം. ഷണ്ട് റെസിസ്റ്റൻസിനെയാണ് എസ് എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത്. ഈ ജി എന്ന് പറയുന്നത് ഗാൽവനോമീറ്റർ, അതിന് പാരലൽ ആയിട്ട്. അപ്പൊ ഇങ്ങനെ ഒരു പാരലൽ കോമ്പിനേഷൻ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഈ ജംഗ്ഷന് എക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കോൺസ്റ്റന്റ് ആണ് അല്ലെ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് കറന്റ് ഇൻറ്റു റെസിസ്റ്റൻസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഗാൽവനോമീറ്ററിൽ കൂടിയുള്ള ഈ ജംഗ്ഷൻ അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് കറന്റ് ത്രൂ ഗാൽവനോമീറ്റർ ഇൻറ്റു റെസിസ്റ്റൻസ് ഓഫ് ഗാൽവനോമീറ്റർ. അക്രോസ് ദിസ് ജംഗ്ഷൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് കറന്റ് ഇൻറ്റു റെസിസ്റ്റൻസ് ഓഫ് ദ ഷണ്ട് റെസിസ്റ്റൻസ്. കറന്റ് എന്ന് പറയുന്നത് എന്താണ്, ഐ ഇസ് ഇൻകമിംഗ് കറന്റ്, ഐ ജി ഫ്ലോയിങ് ത്രൂ ഗാൽവനോമീറ്റർ ആണെങ്കിൽ റിമൈനിങ് വിൽ ബി ഐ മൈനസ് ഐ ജി. സോ product of I minus Ig into S is equal to Ig into G, or shunt resistance is equal to IgG divided by I minus Ig. Likewise, galvanometer can be converted to voltmeter also. വോൾട്ട്മീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ അമ്മീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്തതിന്റെ ബാക്കി എല്ലാം ഓപ്പോസിറ്റ് കണ്ടീഷൻസ് ആണ്. ഇവിടെ ഹൈ റെസിസ്റ്റൻസ് വേണം, ഇറ്റ് ഷുഡ് ബി കണക്റ്റഡ് ഇൻ സീരീസ്. കണ്ടോ, ഗാൽവനോമീറ്ററിലേക്ക് ഒരു ഹൈ റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ബിഹേവിംഗ് ആസ് എ വോൾട്ട്മീറ്റർ. So the potential difference V is equal to I into resistance. Resistance എന്ന് പറയുന്നത് galvanometer resistance plus external load capital R, I into G plus R. അപ്പൊ അതിൽ നിന്ന് external load to be connected R എന്ന് പറയുന്ന ഇക്വേഷൻ എന്ത് വരും, V by IG minus capital G. Capital G is the resistance of the galvanometer. Now this is a small comparison between ammeter and voltmeter. And what is ammeter? It is a low resistance instrument. അതിന്റെ യൂസ് നിങ്ങൾക്കറിയാം, ഇറ്റ് ഈസ് യൂസ് ടു ഫൈൻഡ് ദ എമൗണ്ട് ഓഫ് കറന്റ്, വേറാസ് എ വോൾട്ട്മീറ്റർ ഈസ് എ ഹൈ റെസിസ്റ്റൻസ് ഡിവൈസ്. കണ്ടോ, പിന്നെ ഇത് ഈ എമൗണ്ട് ഓഫ് റെസിസ്റ്റൻസ് അക്രോസ് ആണ്, ആൻഡ് ദ ഷണ്ട് റെസിസ്റ്റൻസ് ദാറ്റ് ഈസ് കണക്റ്റഡ് വിൽ ബി സ്മോൾ. ഹിയർ ലാർജ് റെസിസ്റ്റൻസ് ഈസ് കണക്റ്റഡ് ഇൻ പാരലൽ. നൗ ദ നെക്സ്റ്റ് വൺ ഇസ് അതിന്റെ കണക്ഷൻ ഇവിടെ സീരീസ് ആണ്, പാരലൽ ആണ്. Then resistance of an ideal ammeter is 0, whereas ideal voltmeterന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിരിക്കണം. ബട്ട് ഇൻ പ്രാക്ടിക്കൽ ഈ ഐഡിയൽ പരിപാടികളൊന്നും നടക്കില്ല. ഇനി ഇവിടെ ഇറ്റ്സ് റെസിസ്റ്റൻസ് ഷുഡ് ബി ലെസ് ദാൻ ദ റെസിസ്റ്റൻസ് ഓഫ് ഗാൽവനോമീറ്റർ. ഷണ്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നോർമലി ലോ റെസിസ്റ്റൻസ് ആയിരിക്കണം, കൂടാതെ ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസിനേക്കാളും ചെറിയ ഒരു വാല്യൂ ആയിരിക്കണം. അതേസമയം വോൾട്ട്മീറ്ററിന്റെ കേസിലോ ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദ റെസിസ്റ്റൻസ് ഓഫ് ദ ഗാൽവനോമീറ്റർ. നൗ അമ്മീറ്ററിന്റെ കേസിൽ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഡിക്രീസ് ദ റേഞ്ച് ഓഫ് ദ ഗിവൺ അമ്മീറ്റർ. ഒരു അമ്മീറ്റർ ഇഫ് ഇറ്റ് ഈസ് മെഷറിംഗ് ദ കറന്റ് ഫ്രം 0 to 5 amperes, അത് നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല. പക്ഷെ വോൾട്ട്മീറ്ററിന്റെ കേസ് അങ്ങനെയല്ല, റേഞ്ച് നമുക്ക് മാറ്റാൻ സാധിക്കും. സോ ദാറ്റ്സ് ഓൾ ദിസ് ചാപ്റ്റർ, മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം. Hope all you understood. Thank you.